പറയൂ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ മാവേലിക്കരയിലെ സ്ഥലം വിറ്റ് രവിയേട്ടനോട് ഷെയർ ചോദിക്കാൻ പറയുന്ന ജയസുധ. മനസ്സില്ലാ മനസ്സോടെ സുദീപ് അതിന് സമ്മതിക്കുന്നു. ഇക്കാര്യത്തെപ്പറ്റി രവിയോട് സംസാരിക്കുന്ന സുദീപ്. രവി ശക്തമായി അതിനെ എതിർക്കുന്നു. അച്ഛൻ്റെ കാലശേഷം എന്തു വേണമെങ്കിലും ആവാന്ന് പറയുന്നു. ജയസുധയുടെ ഈ സ്വഭാവമാറ്റത്തിൽ ആകുലപ്പെടുന്ന സബിത. അവർ ഈ കാര്യം രവിയുമായി പങ്കുവെക്കുന്നു. ആശുപത്രിയിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന സദാശിവൻ പിള്ള. തൽക്കാലം അച്ഛൻ ആശുപത്രിയിലേക്ക് വരണ്ട എന്ന് പറയുന്ന രവി. ശ്രുതിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ വരാത്തതിനെപ്പറ്റി രവിയോട് ചോദിക്കുന്ന സദാശിവൻ പിള്ള. ഇനി തുടർന്ന് കാണുക. അച്ഛാ, അവർക്കിടയിൽ ഫാമിലി ഇഷ്യൂസും ഡൈവോഴ്സും ഒന്നുമില്ല. അച്ഛനെതിനെ ആവശ്യമില്ലാത്തൊക്കെ വ്യാഖ്യാനിക്കുന്നേ. എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. ശ്രുതിയെ നീ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യും. ബാ സബി. ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ അവളെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നേ. അപ്പൊ സംസാരിച്ചാ പോരെ? എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. അച്ഛാ, ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നേ. അപ്പൊ സംസാരിച്ചാ പോരെ? എങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. അതിനുത്തരം എനിക്കിപ്പോഴറിയണം. പ്രസവം കഴിഞ്ഞ് ഈ കൊച്ചിനെ തള്ളയും അവളുടെ ഭർത്താവ് ജയകൃഷ്ണൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ അതോ ഇറക്കി വിടുമോ? അതാണ് എൻ്റെ ചോദ്യം. സൗദേ, അതാണ് എൻ്റെ ചോദ്യം. അച്ഛാ, എന്തോ അച്ഛാ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തേ. എനിക്ക് അവളോട് സംസാരിക്കണം. എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഇവിടെ വന്നാലും മുറിക്കകത്ത് കയറി രണ്ടുപേരും കൂടി വാതിലടച്ചിട്ടല്ലേ സംസാരം. ഇനി വരുമ്പോഴും അത് മതി. നിങ്ങൾ പോകാൻ നോക്ക്. ചെല്ല വേഗാട്ടെ, മഴ വരുന്നതിന് മുമ്പ് പോകാൻ നോക്ക്. സൗദ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ ഈ പറഞ്ഞത്. നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. ആ കൊച്ചു വഴിയാധാരമാകും. ഞാൻ മാവേലിക്കരയ്ക്കുന്നു. നിങ്ങളിവിടെ സംസാരിച്ചതൊന്നും പിള്ളച്ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇതൊക്കെ അറിയേണ്ടതല്ലേ? അറിയേണ്ടതാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ പിള്ളച്ചേട്ടൻ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. രവി മോളോട് അതല്ലേ പറഞ്ഞത്? കാലശേഷം ഇതൊക്കെ കിട്ടിയിട്ട് എന്താ അമ്മേ പ്രയോജനം? ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യം. ഉടനെ തന്നെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അതിന് പണം തന്നെ വേണം. അതിന് രവി സബിതയും കൂടി സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അത്രയും ധർമ്മകാശം കൊണ്ട് എന്താവാനാ? കർട്ടന്റെ തുണി മേടിക്കാനോ? ഉള്ള സ്വത്തുക്കൾ ഭാഗിച്ചു തന്നാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. അത് വിൽക്കാനല്ലേ നിങ്ങളുടെ പരിപാടി? അത് വേണ്ട മോളെ. അത് വിറ്റ എന്താ കുഴപ്പം? അത് വിറ്റ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടക്കും. മോളെ, കല്യാണം കഴിഞ്ഞ് വന്നു കയറുന്ന പെണ്ണിന്റെ നന്മ പോലെയാ ആ കുടുംബത്തിന്റെ ഐശ്വര്യം. നാളെ ആൾക്കാർ മോളെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല. മോള് പറയുന്നതൊക്കെ നല്ലതാ. ബിസിനസ്സൊക്കെ നടത്തി നിങ്ങൾ വളരണം. പക്ഷേ അതാരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്നാ ഞാൻ പറയുന്നത്. എന്റെ അമ്മേ, ഇതിനകത്തിപ്പോ മനസ്സ് വിഷമിക്കേണ്ട എന്ത് കാര്യം ഇരിക്കുന്നേ? ഒരു കാര്യമില്ല. മാവേലിക്കരയിലെ ആ മണ്ണ് പിള്ളച്ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് മാവേലിക്കരയിൽ പോണം മാവേലിക്കരയിൽ പോണോന്ന്.
അവിടെ കാവും വിളക്കും തറവാട്ടമ്പലവും ഒക്കെ ഉള്ളതാ. മോളൊന്ന് പോണം അവനെയും കൂട്ടി. അപ്പം മനസ്സിലാവും അതിന്റെ ഐശ്വര്യം എന്താണെന്ന്. കഷ്ടം അമ്മ ഇത്. ഇന്നത്തെ കാലത്ത് ഈ അന്ധവിശ്വാസമൊക്കെ കൊണ്ട് ജീവിക്കുന്നത്. കാവും വിളക്കും മണ്ഡപവും ഒക്കെ കൊണ്ട് നടക്കുന്നു. കാവും പൂജയും വിളക്കും ഒക്കെ നടത്തിയിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാ. കാലം മാറിയതൊന്നുമേ ഈ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. മോളെ ഇങ്ങനെ ദേവകോപം ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും പറയാതെ. അതൊക്കെ ദോഷമാ. അതെങ്ങനെയാണെന്നറിയില്ല, ഏത് രൂപത്തിലാണെന്നും. അങ്ങനെ എന്തെങ്കിലും വന്നാലേ അത് ഞാനങ്ങ് അനുഭവിച്ചോളാം. അമ്മ ഇനി ഇതൊക്കെ ഒന്നുകൂടി പിരികേറ്റി പറഞ്ഞങ്ങ് മുടക്കാണ്ടിരുന്നാ മാത്രം മതി. ഹോ, മോളെ, നീ ഈ വീട്ടിൽ വന്നു കയറിയ പെണ്ണാ. അതും ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. അതിനിടയിൽ ഇതൊക്കെ. ഞാൻ ഈ വീട്ടിലെ വന്നു കയറിയത് തന്നെ. പക്ഷെ ചുമ്മാ വന്നു കയറിയതൊന്നുമല്ല. മാന്യമായിട്ടേ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടു വന്നതാ. അല്ലാതെ മറ്റുള്ളവരെ പോലെ വലിഞ്ഞു കയറി നിൽക്കുന്നൊന്നുമല്ല. അവർക്കൊക്കെയാണല്ലോ ഇവിടെ അധികാരമുള്ളതും കാര്യം പറയാൻ കേൾപ്പുള്ളതും. ഇപ്പൊ കൊണ്ടുവരും ഒരുത്തിയെ ഹോസ്പിറ്റലിൽ നിന്ന്. ഇതിന്റെ അപ്പുറമായിരിക്കും. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. മോൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇവിടെ ആരും വലിഞ്ഞു കയറി വന്നിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. എനിക്കും ഉണ്ടല്ലോ ഒരമ്മ. എന്റെ അമ്മ ഇങ്ങനെ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കോ? ഇല്ലല്ലോ, ഒന്ന് വരുന്നു പോലുമില്ല. പിന്നെയാ ഞാനിവിടെ വലിഞ്ഞു കയറി നിൽക്കാണെന്നാണോ മോള് പറയുന്നേ? അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്കാകെ ഒരു കൊച്ചേ ഉള്ളൂ. അത് സബിയ. കേറിക്കിടക്കാൻ നല്ലൊരു വീട്, അതിൽ സൗകര്യങ്ങളും ഉണ്ട്. എന്റെ ഭർത്താവ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടാ പോയത്. എന്നെ പൊന്നുപോലെ നോക്കി. ആവശ്യത്തിന് ബന്ധുക്കളും ഉണ്ട്. പിന്നെ എന്നെ വിടാത്തത് ഇവരാ. ഒന്നിച്ചു കഴിയുമ്പോഴുള്ള ഒരു സമാധാനം, അതാ മോളെ വലുത്. അതാണ് നീ ഇപ്പൊ നശിപ്പിക്കാൻ പോന്നത്. ഞങ്ങൾക്ക് വേണ്ടേ മനസമാധാനമൊക്കെ? ഇവിടെ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്നാലേ ഞങ്ങൾക്ക് ഒരു മനസമാധാനവും കിട്ടാൻ പോകുന്നില്ല. പറ്റുമെങ്കിലേ മോളെ മരുമോനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. അത്രയെങ്കിലും ഒന്ന് ചെയ്യ്. ഇഷ, ഡോക്ടർ എന്താ പറഞ്ഞ? അപ്പൊ നീ പൂർണ്ണമായി റെസ്റ്റ് ചെയ്യണം. ശരീരം അനങ്ങാണ്ട് നോക്കണം. അതൊന്നും കുഴപ്പമില്ല. രവിയേട്ടനും സബിതേടത്തിയും പറയുന്നൊക്കെ കേൾക്കണം. അവർക്കാണ് റെസ്പോൺസിബിലിറ്റി. വെറുതെ അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? സുധീപേട്ടാ, സുധീപേട്ടാ, സുധീപേട്ടാ. നീ ആൾക്കാരുടെ ഒരു ഉപദേശം. ഞാൻ എന്താ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? മരുമോളല്ലേ, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ? കഷ്ടം തന്നെയാ. ലോകത്തിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒരു മരുമോള്. ആരായിരുന്നു ഫോണില്? അത് എന്റെ ഒരു ആരെയാ വിളിച്ചോണ്ടിരുന്നേ? അത് എന്റെ ഒരു ഫ്രണ്ട് യുഎസ് എന്ന് വിളിച്ചതാ. സിറിലായിരിക്കും. സിറിലിനെ വിളിച്ച് മനസ്സ് മാറ്റിക്കൊണ്ട് ഫോൺ തരാൻ. ഇവളാണോ ഫ്രണ്ട്? അമേരിക്കയിൽ നിന്ന് വിളിച്ച ഫ്രണ്ട് ഇവളെന്തിനാ വിളിച്ചത്? ഞാൻ രവിയേട്ടൻ വരുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അവര് രാവിലെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ പോയത്. അതിപ്പോ സുധീപേട്ടൻ പ്രത്യേകമായിട്ട് വിളിച്ചു പറയാൻ എന്തിരിക്കുന്നു? എങ്കിൽ പിന്നെ കൂടെ അങ്ങ് പോരുന്നില്ലേ? എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോ ഞാൻ മറുപടി പറയണ്ടേ? എന്തുവാ സുധീപേട്ട ഇത്? എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതല്ലേ അവളോട് മിണ്ടില്ല, സംസാരിക്കില്ല, അന്വേഷിക്കില്ല എന്നൊക്കെ. അത് അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടല്ലേ. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, പോരെ? വേണ്ട, നമ്പർ മൊബൈലിൽ വേണ്ട. എന്നെ വിഷമിപ്പിക്കാനായിട്ട് ചെയ്യില്ലാന്ന് പറഞ്ഞത് തന്നെ ചെയ്യും. ഞാൻ പാവായതുകൊണ്ടല്ലേ ഡിലീറ്റ് ചെയ്തു. ഞാൻ പാവായതുകൊണ്ടല്ലേ
എന്നെ വിഷമിപ്പിക്കാനായിട്ട്. യതി അങ്കിളിനെ വിളിച്ചോ? വിളിച്ച് ഞാനെന്ത് പറയാനാ? ഒന്നും നടക്കില്ലെന്നോ? എങ്ങനെ നടക്കും? ചോദിക്കേണ്ടതേ ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഇത് വഴിപാടിന് ചോദിക്കുന്ന പോലെ ചെവി പോയി സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യമൊന്നും അല്ലത്. ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കാനാ? അതിൻ്റെതായ സീരിയസ്നെസ്സിൽ ചോദിക്കണം. ഭാഗം ചെയ്ത് തരുമെന്നല്ല ചോദിക്കേണ്ടത്, തരണം എന്നാ പറയേണ്ടത്. ജയസുധ, അതൊരു വഴക്കിലോട്ട് പോവും. അതെങ്ങനെ ഒരു വഴക്കാവും? ന്യായമായിട്ടൊരു കാര്യം പറയുമ്പോ അതിനെ വഴക്കിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാ? അപ്പൊ തരാൻ മനസ്സില്ലാത്തോണ്ടാ. അപ്പ വഴക്കടിക്കുന്നതിലെ ഒരു തെറ്റുമില്ല. ഇങ്ങോട്ട് നോക്കിയേ സുദീപേട്ടാ, വഴക്കിട്ടിട്ടാണെങ്കിലും അത് നമുക്ക് മേടിച്ചെടുക്കണം സുദീപേട്ടാ. പ്രവീണേട്ടൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ഡോക്യുമെന്റ്സും ശരിയാക്കണം. സുദീപേട്ടൻ എന്താ ഇങ്ങനെ ഒരു ചൂടില്ലാണ്ടിരിക്കുന്നത്? രവിയേട്ടൻ വരട്ടെ, നമുക്ക് ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. ഇപ്പൊ വരും ദത്തുപുത്രിയേം കൊണ്ട്. മഹാറാണിക്ക് താമസിക്കാനേ പള്ളിയറ ഒരുക്കണ്ടേ? ദേ സുദീപേട്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൾ ഇനി എന്തായാലും മോളിലത്തെ ഫ്ലോറിൽ താമസിപ്പിക്കാൻ പറ്റില്ല. താഴെ വല്ല മുറിയും കൊടുക്കാം. അതിന് മോളിൽ എന്താ കുഴപ്പം? അവൾ കിടന്ന മുറിയല്ലേ, അവൾ അവിടെ തന്നെ കിടന്നോട്ടെ. സുദീപേട്ട, നമുക്കൊരു പ്രൈവസി വേണ്ടേ? നമുക്ക് മോളിലത്തെ ഫ്ലോറ് നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് വേണം. 2 മുറിയും ബാൽക്കണിയും. നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യം ഉണ്ടല്ലോ ജയസുധ. എന്ത് സൗകര്യം? ഇനിയിപ്പോ നമ്മുടെ കമ്പനി തുടങ്ങി കഴിയുമ്പോഴേ അതിന്റെ സിസ്റ്റം കൊണ്ടുവെക്കണം, ഫയൽസ് കൊണ്ടുവെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വല്ല ഗസ്റ്റ് വന്നാലോ താഴെ കൊണ്ടിരുത്താൻ പറ്റുമോ? അച്ഛന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയാലും മതി, നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ശ്രുതിക്ക് ഇപ്പൊ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കല്ലേ, സ്റ്റെപ്പ് ഒട്ടും കയറാൻ പാടില്ല. ഹോ, 2 മാസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. ജയസുധ, നീ ഇങ്ങനെ. സുദീപേട്ട, ദേ ഞാൻ ഇപ്പൊ തന്നെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തേ അടുക്കളയുടെ സൈഡിലെങ്ങാണ്ട് ഒരു ചെറിയ മുറിയില്ലേ, അവിടെ കൊണ്ടിടും. അത് പണ്ട് സെർവൻസ് താമസിച്ചോണ്ടിരുന്ന മുറിയാ. ആ, അത് മതി. അവൾക്കത് മതി. എവിടെന്നോ വയറും ചുമന്നോണ്ട് വന്നിരിക്കുക. അപ്പൊ അവൾക്ക് അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. അവൾക്ക് ആ റൂം തന്നെ മതി. അല്ല, ഇനിയിപ്പൊ താഴെ ആർക്കെങ്കിലും വലിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൊണ്ട് കിടത്തിക്കോട്ടെ. മോളിലത്തെ ഫ്ലോറിൽ ഇനി എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. അത് ഞാൻ തീരുമാനിച്ചതാ. ആ ഫോണിങ് തന്നെ, ഞാൻ സിറിലിനൊന്ന് വിളിക്കട്ടെ. താ സുദീപേട്ടാ. സുദീപേട്ടനും ഒരു ചൂടില്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ? മോളെ പതുക്കെ. എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്തു പറഞ്ഞു? രക്തമായും ഇല്ലല്ലോ മോളെ നിന്റെ മുഖത്ത്. അതൊരാഴ്ച കൊണ്ട് ശരിയായിക്കോളൂ അമ്മേ. അച്ഛനെന്താ എവിടെ പോകാൻ ഇറങ്ങിയിരിക്കുക? മാവേലിക്കര പോണോന്നും പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. മാവേലിക്കരയ്ക്കോ? രാവിലെ ശ്രുതിയെ വന്ന് ഹോസ്പിറ്റലിൽ കാണുന്നു പറഞ്ഞിരിക്കായിരുന്നല്ലോ, ഇപ്പൊ മാവേലിക്കരയ്ക്കായോ? അല്ല, അച്ഛൻ ഇത് എവിടെ പോകാനിരിക്കുക? പരലോകത്ത്. ആ വഴി അറിയാമെങ്കില് ഒന്ന് പറഞ്ഞതാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരെ പരലോകമാ പെരുവഴി. എനിക്ക് മാവേലിക്കരയ്ക്ക് പോണം. എനിക്ക് മാവേലിക്കരയ്ക്ക് പോണം. എനിക്ക് മാവേലിക്കരയ്ക്ക്. അച്ഛാ, അച്ഛാ, ഈ പരലോകം മാവേലിക്കര വഴിയാ അല്ലേ? തോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ തോളെ? അയ്യേ, അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? പരലോകത്ത് പോകുന്ന ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കോ? എനിക്ക് മാവേലിക്കരയ്ക്ക് പോണം. അച്ഛാ, അച്ഛനെ മാവേലിക്കര കൊണ്ടുവന്ന് രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാവേലിക്കരയ്ക്ക് പോണം. അതെ, മാവേലിക്കര പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോ. മോളുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ വന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കില് അച്ഛന്റെ കൂടെ വരുമോ മാവേലിക്കരയ്ക്ക്? അച്ഛൻ എന്തൊക്കെയാ ഈ പറയണേ?
2 മാസം കഴിഞ്ഞ് അവളെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യില്ലേ? അത് കഴിഞ്ഞ് അവളുടെ ഭർത്താവും വീട്ടുകാരും വന്നവൻ കൊണ്ടുപോകില്ലേ? അച്ഛൻ ചെന്ന് ഡ്രസ്സൊക്കെ മാറി. എനിക്ക് മാവേലിക്കരയ്ക്ക് പോകണം. ശ്രുതി വാ. ശരീരം ഇളക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കണം. വാ. അച്ഛാ, എനിക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കുറച്ചേരം കിടക്കട്ടെ. പതുക്കെ നടന്നു. വാ മോളെ. പോണം. എനിക്ക് മാവേലിക്കരയ്ക്ക് പോകണം. എനിക്ക് മാവേലിക്കരയ്ക്ക് പോകണം. ഞാൻ മാവേലിക്കരയ്ക്ക് പോകും. ഞാൻ മാവേലിക്കരയ്ക്ക് പോകും. എനിക്ക് മാവേലിക്കരയ്ക്ക് പോകണം. ശ്രുതിക്ക് പടി കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ താഴെ അമ്മയുടെ മുറി കിടക്കട്ടെ. അമ്മ മോളിൽ ശ്രുതിയുടെ മുറി പോയി കിടന്നോളൂ. അത് ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ മോളെ. ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയും ചെയ്തു. വാ മോളെ. അമ്മയ്ക്കിതൊരു ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ടാ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വാ മോളെ. അമ്മേ, ഞാൻ എന്റെ ഷീറ്റ് എടുത്തിട്ട് ഇപ്പൊ സബി, ശ്രുതിയുടെ റൂമിലെ സാധനങ്ങൾ എടുത്ത് താഴോട്ട് വെക്ക്. അമ്മയുടെ സാധനങ്ങൾ മുകളിലോട്ട് വെക്ക്. ശരി. അതെ സബിയച്ചി, ശ്രുതിയുടെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലോ. മോളിതൊക്കെ ചെയ്തോ? ഡോക്ടർ പടി കയറരുതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. പിന്നെ ശ്രുതിയെ അമ്മയുടെ മുറിയിലേക്ക് കിടത്താം. അമ്മയാണെ മോളിൽ ശ്രുതി കിടന്നില്ലേ, അവിടെ കിടന്നോളൂ. അയ്യോ, മോളിലത്തെ റൂമിൽ ആരും കിടക്കണ്ടെന്നാ സുധീപേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അല്ലേ സുധീപേട്ട? അയ്യോ, അതെന്താ? അത് വേണ്ട സബിതടുത്തി. മുകളിലൊന്നാമത് ഞങ്ങളുടെ മുറിക്ക് തന്നെ സൗകര്യം കുറവാ. അത് മാത്രമല്ല, ഇനി ബിസിനസ്സൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഓഫീസൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ശ്രുതിയെ കൊണ്ടുവന്നാലും അവിടെ കിടത്തണ്ടെന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു ഞാൻ. എടാ മോനെ, അമ്മയ്ക്ക് കിടക്കാൻ വേറെ മുറി വേണ്ടേ? എടാ പൊടിമോനെ, ശ്രുതിയല്ല അമ്മ അവിടെ കിടക്കാൻ പോകുന്നേ. അല്ലാതെ വേറെ മുറിയില്ലല്ലോ ഇവിടെ. ആരായാലും വേണ്ടില്ല രവിയേട്ടാ. മോളിലത്തെ ഫ്ലോറ് ഞങ്ങൾക്ക് വേണം. അല്ലേ സുധീപേട്ട? സുധീപേട്ടന്റെ തീരുമാനം അത് തന്നെയാ. ഓ, ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണേ സബിയേച്ചി. ആ മുറിയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുക. ആകെ നശിച്ചു പോയി. ഒന്ന് വൃത്തിയാക്കിയേക്കണേ. മോനെ, അമ്മയ്ക്ക് കിടക്കാൻ വേറെ മുറി വേണ്ടേ? ഓഫീസിന്റെ കാര്യങ്ങൾ പുറത്തെവിടെങ്കിലും അറേഞ്ച് ചെയ്താ പോരെ? അതൊന്നും ചിലപ്പോൾ ശരിയാവില്ല രവിയേട്ടാ. എന്റെ കാര്യം ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കണ്ട. ഞാൻ പൊയ്ക്കുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ. വലിഞ്ഞു കയറി വന്നവര് അധിക ദിവസം തങ്ങുന്നത് ഭംഗിയല്ല. ഞാൻ പൊയ്ക്കൊള്ളാം. ഞാനാണല്ലോ ഇപ്പൊ അധികപ്പറ്റ്. അങ്ങനെ ആരാ പറഞ്ഞമ്മേ? ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാലും സ്വരം മോശമാകുമ്പോഴേ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത്. ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, ഒന്നുമില്ല. എനിക്ക് വേറെ കിടപ്പാടമില്ലെന്നോ പോകാനൊരിടമില്ലെന്നോ ഒക്കെ കരുതി കാണും. ആര് കരുതി? അമ്മയോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എല്ലാം അമ്മയുടെ തോന്നലുകളാ. പൊടിമോനെ, നിന്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പം മാറിയാ പോരെ? അതിനോടകം ശ്രുതിയുടെ പ്രസവം കഴിയും, അവളങ്ങ് പോവുകയും ചെയ്യും. പിന്നെ നിന്റെ മനോധർമ്മം പോലെ ചെയ്തോ? ആരായാലും വേണ്ടില്ല രവിയേട്ടാ. ഇപ്പൊ മാറിയ മാറി, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കുകയില്ല. അല്ലേ സുധീപേട്ട? അതെ. എന്താ എന്താ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന്, ആരോട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരണോ? ഞാൻ പഠിപ്പിച്ചു തരണോ? എല്ലാവർക്കും വേണോ? അത് അച്ഛാ, മിണ്ടരുത്. നീ മിണ്ടരുത്. സൗദ ഈ വീട്ടിൽ കഴിയുന്നത് നിന്റെ അമ്മായി അമ്മയായിട്ടല്ല, നിന്റെ അമ്മയായിട്ടാണ്. അത് നീ മറക്കരുത്. ഇവിടെയെല്ലാം തലമറന്നെണ്ണ തേക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. നിനക്കൊക്കെ എന്താടാ സംഭവിച്ചത്? സൗദവൻ എവിടെ കിടക്കും? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെങ്കൊച്ചിന് കിടപ്പുമുറി ഒഴിഞ്ഞു കൊടുക്കാൻ പ്രായമായ ഈ അമ്മ കാണിച്ച മര്യാദ പോലും മക്കൾക്കില്ലാതായി പോയല്ലോടാ. കഷ്ടം. അച്ഛനൊന്നും മിണ്ടല്ലേ. എനിക്ക് വേണ്ടി ആരും വഴക്കുണ്ടാക്കണ്ട. അല്ല മോളെ, അതല്ല നിന്റെ ശരി. ഇവിടെ ഒരു മുറിയും ഒരു പാത്രവും ആരുടെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല.
ഒരാളിന്റെയും പേരിൽ എഴുതി വെച്ചിട്ടില്ല. ഇന്നലെ വരെ ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴെന്താ പുതിയ കാര്യങ്ങള്? പിള്ളച്ചേട്ടൻ ഒന്നും പറയണ്ട, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അതിനിപ്പോ ഒരു വഴക്കാക്കണ്ട. വഴക്കല്ലിത്. എന്റെ മൂത്ത മകൻ രവി ഇവളുടെ കയ്യും പിടിച്ച് ഇവിടെ കയറി വന്നിട്ട് ഇന്നുവരെ അതൊരു പാത്രം നിലത്തിടുന്ന ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. അവൾക്കു പുറകെ സൗദ കൂടി ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു തികഞ്ഞ വീടായത്. ആ സൗദയെ ഇന്ന് അന്യയെപ്പോലെ പുറത്താക്കുന്നു. അനുഭവിക്കുവിടാ, നീയൊക്കെ അനുഭവിക്കും. അതെ സബിയേച്ചി, ശ്രുതിയുടെ ബാഗും സാധനങ്ങളൊക്കെ അവൾക്ക് കിടക്കാനുള്ള മുറിയുടെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സബിയേച്ചി ഒന്ന് വന്നേ സബിയേച്ചി. കണ്ടോ വന്നു കയറിയവളുടെ അഹങ്കാരം. എന്റെ ഇളയ സന്തതി അനുഭവിക്കുമെടാ, നീയൊക്കെ അനുഭവിക്കും. വാ സബിയേച്ചി വാ. ദേ ഈ മുറി നോക്കിയേ. ഈ മുറിക്ക് എന്താ ഒരു കുഴപ്പം? ഇത്രയും സൗകര്യമൊക്കെ പോരെ? ദേ തൊട്ടടുത്ത് അടുക്കളയുണ്ട്, അപ്പുറത്ത് ബാത്റൂം ഉണ്ട്, എല്ലാം അടുത്തടുത്ത് തന്നെയുണ്ട്. പടി കയറുകയും വേണ്ട ഇറങ്ങുകയും വേണ്ട. അതല്ലേ നല്ലത്? ദേ ശ്രുതിയുടെ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുമുണ്ട്. ജയ, ഇതിനകത്ത് വായുസഞ്ചാരം ഉണ്ടോ? കാറ്റും വെളിച്ചമുണ്ടോ? ശ്വാസം മുട്ടി മരിച്ചു പോവില്ലേ ഒരാള്? ഇവിടെ എത്രയോ സെർവൻസ് താമസിച്ചിട്ടുണ്ടെന്നാ സുധീപേട്ടൻ എന്നോട് പറഞ്ഞേ. അവർക്കാർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അവക്കിത് മതിയെന്നേ, ഇവിടെ കിടന്നാ മതി. നീ ഇങ്ങനെ പറയരുത്. നിന്റെ പ്രായമുള്ളൊരു പെണ്ണല്ലേ അവള്. അത് മാത്രമല്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. സബി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഇതൊക്കെ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പോയി വേറെ സൗകര്യം നോക്ക്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആണോ? ശ്രുതി എവിടെ കിടക്കണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഇതാണോ നീ അവൾക്ക് വേണ്ടി കണ്ടുവച്ച ബെഡ്റൂം? ആണോ? പൊടിമോനെ, നീയും കൂടി അറിഞ്ഞിട്ടാണോ ഈ ചായ്പിലാണ് അവളെ കിടത്തേണ്ടത്? നീ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളായി പോയല്ലോ ജയസുധ. ഭയങ്കരം തന്നെ. എന്ത് ഭയങ്കരം? മനസാക്ഷി ഇല്ലാത്തോണ്ടാണോ ഞാൻ അവൾ ഇവിടെ തന്നെ നിർത്താൻ സമ്മതിച്ചത്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്? അത് കണ്ടപ്പോ നിനക്കൊരു നല്ല മനസ്സുണ്ടെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നീ വന്ന് കേറിയ ദിവസം തൊട്ട് ഈ കുടുംബത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ശരി, ഞാനിപ്പോ ഇവിടെ വന്ന് കേറിയതാ പ്രശ്നം. കേട്ടോ സുധീപേട്ട? പറഞ്ഞത് കേട്ടില്ലേ? ഞാനിപ്പോ ഇവിടെ വന്ന് കേറിയതാ പ്രശ്നമൊന്ന്. അല്ലാതെ വഴിപഴിച്ചുവരുത്തി ഇവിടെ ദേവതയെ പോലെ കൊണ്ടടക്കുന്നൊന്നും അല്ല കുഴപ്പം. എന്ത് യോഗ്യത അവൾക്കുള്ളത് പറ, കേക്കട്ടെ. യോഗ്യതയെ കുറിച്ച് നീ പറയാൻ നിക്കണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഓ പിന്നെ ഭയങ്കര യോഗ്യതയല്ലേ? എവിടെയോ കിടന്ന ഗർഭവും ചുമന്നുകൊണ്ട് വന്നവളെ തലയെ കയറ്റി വച്ചിരിക്കാം. ഇവളുടെ കുഞ്ഞിന്റെ തന്നെയാരാണെന്നേ ഇവൾക്ക് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല സബിയേച്ചി.